ഒടുവിൽ അവർ മമ്മൂട്ടിയും തിരക്കിയെത്തി. നാലാംകട മഞ്ഞപ്പത്രക്കാരൻ്റെ ഇൻ്റർവ്യൂവും പൊക്കിപ്പിടിച്ചാണ് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇസ്ലാമിസ്റ്റ് ചാപ്പ കുത്തുന്നത്. നിങ്ങൾ അതിനു വേണ്ടി വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്. അത് ഈ സാംസ്കാരിക കേരളത്തിൽ ചിലവാകില്ല. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് PN പണിക്കർ അനുസ്മരണ വേദിയിൽ നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ച മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബിനെ അതേ വേദിയിൽ വെച്ച് തന്നെ തിരുത്തിയത് നിങ്ങൾ ഈ വർഗീയ ചാപ്പ കുത്തുന്ന ഇതേ മമ്മൂട്ടി തന്നെയാണ്. മലയാളികൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഈ മനുഷ്യനെ നെഞ്ചിലേറ്റിയത് ഇതൊക്കെ കൊണ്ടുകൂടിയാണ്. കേവലം ഫാൻ ഫൈറ്റുകൾക്കപ്പുറം കൂട്ടം ചേർന്ന് ഇസ്ലാമിസ്റ്റ് ചാപ്പ കുത്തി ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇടനെഞ്ചോട് ചേർത്ത് നിർത്തി ഈ നാട് പ്രതിരോധം തീർക്കും. 2014 ശേഷമാണ് ദളപതി വിജയ് ജോസഫ് വിജയിയായത്. 2014 ശേഷമാണ് മലയാളത്തിൻ്റെ സംവിധായകൻ കമാലുദ്ദീനായത്. 2024 മുമ്പ് വരെ മലയാളത്തിൻ്റെ അഭിമാനവും 400-ൽ അധികം സിനിമകളിൽ അഭിനയിച്ച 3 തവണ ദേശീയ അവാർഡ് ജേതാവായ 9 തവണ സംസ്ഥാന അവാർഡും ഫിലിം ക്രിട്ടിക്സ് അവാർഡും രാജ്യം പത്മശ്രീയും നൽകി ആദരിക്കുകയും ചെയ്തപ്പോഴൊന്നും മമ്മൂട്ടി എന്ന മഹാനടൻ്റെ മതം ആരും തിരഞ്ഞില്ല. സംഘപരിവാർ സർക്കാർ 10 വർഷം തികയ്ക്കുമ്പോൾ മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയാക്കാൻ നോക്കിയാലൊന്നും മതേതര മുഖമായി മലയാളം മനസ്സിൽ ഇക്കാലം അത്രയും തെളിമയോടെ നിറഞ്ഞു നിന്ന മമ്മൂട്ടി എന്ന മാനവിക മൂല്യത്തെ തൊടാൻ നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല സംഘികളെ. എല്ലാ മനുഷ്യരും പ്രായഭേദമന്യേ ജാതിമതഭേദമന്യേ ഒരേ സ്വരത്തിൽ മമ്മൂട്ടി എന്ന് വിളിച്ച ആ മഹാമനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ സാംസ്കാരിക കേരളം, ഈ മലയാള നാട് മമ്മൂട്ടി കേരളത്തിൻ്റെ അഭിമാനം തന്നെയാണ്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ടർബോ അടുത്ത ആഴ്ചയാണ് തിയേറ്ററുകളിലെത്തുന്നത്. മിഥുൻ മാനുവൽ തോമസാണ് സിനിമയുടെ തിരക്കഥ. പോക്കിരി രാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടിക്കൊപ്പം വൈശാഖ് അഭിനയിക്കുന്ന 3ാമത്തെ ചിത്രമാണിത്. സിനിമയുടെ റിലീസിന് മുന്നോടിയായുള്ള പ്രസ് മീറ്റുകളിലും മറ്റും മമ്മൂട്ടി പറഞ്ഞത് പ്രേക്ഷകരുടെ സ്നേഹത്തിലും ധൈര്യത്തിലുമാണ് താൻ ഇറങ്ങിയിരിക്കുന്നതെന്നാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. 42 കൊല്ലമായി വിട്ടിട്ടില്ല, ഇനിയും വിടത്തില്ല. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മമ്മൂട്ടി പ്രസ് മീറ്റ് ആരംഭിച്ചത്. നമസ്കാരം, ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഈ പടം 23-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും കാണണം, അദ്ദേഹം പറഞ്ഞു. സിനിമയോടുള്ള ലവ്, പാഷൻ, സിനിമയല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. സിനിമയില്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാകും, എൻ്റെ ശ്വാസം നിന്നുപോകുമെന്നും മമ്മൂട്ടി പറഞ്ഞു. മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന സംഖ്യകളെ നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങൾക്കൊരിക്കലും മമ്മൂട്ടിയാകാൻ പറ്റില്ല. നിങ്ങൾക്ക് മമ്മൂട്ടിയെ വേട്ടയാടാൻ ഈ മലയാള നാട് വിട്ടുതരില്ല. അതാണ് മമ്മൂട്ടി.